ഈയിടെയായിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ചോറാണ്. ഒന്നെങ്കിൽ ചോറ്, അല്ലെങ്കിൽ വല്ല കഞ്ഞി, കേർഡ് റൈസ്, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ ഇപ്പോഴത്തെ ചൂടിനും അത് നല്ലതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് വർക്കിന് വേണ്ടി മാറി നിൽക്കുന്നുണ്ടായിരിക്കും മേ ബി എനിക്ക് അങ്ങനെ ക്രേവിങ്സ് ഇത് വരുന്നത്. അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ പോയി നിന്നു. അപ്പോൾ അവിടെ ആൻറ്റി ആണെങ്കിൽ നല്ല ഉഗ്രം കുക്കാണ്. സിമ്പിളായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുന്ന പ്രമാണിച്ച് കുറേ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങ പുളിശ്ശേരി ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തലേദിവസമാണെങ്കിൽ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കരിമീൻ ഫ്രൈ, പിന്നെ നമുക്ക് സദ്യക്കൊക്കെ കണ്ടുവരുന്ന ഇഞ്ചി കറിയില്ലേ, ഇഞ്ചിക്കറി, നല്ല സ്വീറ്റായിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു. പിന്നെ എന്താ, നല്ല ക്യാബേജ് തോരനുണ്ടായിരുന്നു. പിന്നെ കുറേ കറികളുണ്ടായിരുന്നു. ആക്ച്വലി ആ പ്ലേറ്റ് ഫുൾ കറികളായിരുന്നു. അത്രയോ ഹെവി ഫുഡായിപ്പോയി അവസാനം. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതാണെങ്കിൽ നല്ല ക്രിസ്പി, നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു. ഓവറോൾ നല്ല ടേസ്റ്റായിരുന്നു. നമുക്കൊരു സദ്യ കഴിക്കുന്നതിലും കൂടുതൽ എഫക്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ പപ്പടം ഇല്ലാണ്ട് എന്ത് സദ്യ, എന്ത് മീൽസ്. അങ്ങനെ അവസാനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വർക്ക് റിലേറ്റഡായിട്ട് മാറിയൊക്കെ നിന്നിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ശരിക്കൊരു ഹെവൻലി ഫീലിംഗ് ആണ്. അങ്ങനെ അന്നത്തെ ഫുഡിങ് കഴിഞ്ഞിട്ട് നല്ലൊരു റിലീഫ് കിട്ടി. എല്ലാം മൊത്തത്തിൽ നല്ല ടേസ്റ്റായിരുന്നു. അവസാനം അങ്ങനെ ഫുൾ നിറഞ്ഞിരുന്ന പ്ലേറ്റ് ഇങ്ങനെ കാലിയായി.